ഈ ലോകത്തിന് മുഴുവൻ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. ഈശ്വര കാല ഗുരുക്രമ. പല പല നാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു എന്ന് മാത്രം. ആ ഈശ്വരനെ അനുഭവിക്കലാണ് അച്ഛാനന്ദം. ആ ഈശ്വരനെ പൂർണ്ണനെ നാം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണത എന്നുള്ളത് കിട്ടുക. അല്ലെങ്കിൽ നമ്മളൊന്നും പൂർണ്ണതാവില്ല. ആ പൂർണ്ണത വേണമെന്നുണ്ടെങ്കിൽ പരിപൂർണനായ ഭഗവാനെ ഹൃദയത്തിലേക്ക് എടുക്കണം. ആ ഭഗവാന്റെ ഹൃദയത്തിലേക്ക് എടുക്കണം എന്ന് വേണം. അതിനാദ്യം ജഹ്യാസുരഭാവം, ആസുരികമായിട്ടുള്ള മനോഭാവത്തെ ഇല്ലാതെയാക്കണം. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയെ ഇല്ലാതെയാക്കണം. അത് ഇല്ലാതെയാക്കിയ അച്ഛന് മനസ്സമാധാനം കിട്ടില്ല. അച്ഛൻ ഇപ്പോഴും എന്തോന്ന് നേടാൻ ബാക്കിയിട്ടൊക്കെ അന്വേഷിച്ച് നടക്കല്ലേ. ഇപ്പോഴും അച്ഛന്റെ ശത്രുണ്ട് എന്ന് തോന്നലില്ലേ? അച്ഛനൊന്ന് മനസ്സിലാക്കുക, ശത്രു എന്നുള്ളത് അച്ഛന്റെ ഓർമ്മയുള്ള അകമയാണ്. നമ്മളോട് പറയട്ടോ, എന്റെ ശത്രു പുറമേട്ട് തിരിച്ച് ലോകത്തിലെ എല്ലാവരെയും വെട്ടിക്കൊന്നാലും ഒരു ശത്രു ഉണ്ടാവും. കാരണം ശത്രു നമ്മുടെ ഉള്ളിൽ കാമക്രോധാദികളാക്കുന്ന ശത്രുക്കൾ. ആ ഭാവം മാറാൻ വേണ്ടിയിട്ടാണ് സജ്ജന സംസർഗം. അതിലൂടെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, അവിടത്തെ തിരുനാമങ്ങളെ ജപിക്കുക, അങ്ങനെ അവിടത്തെ പ്രേമിക്കുകയാണ് വേണ്ടത് എന്ന് പ്രഹ്ലാദൻ ഒരു മടിയുമില്ലാതെ ഒരു പേടിയുമില്ലാതെ പറയണ കേട്ടപ്പോഴാണ് ഹിരണ്യകശിപുള്ള അദ്ദേഹം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായതല്ല. നിനക്ക് പേടി കെട്ടി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതാണ്. മരണാസനായ ഒരുവൻ ഇങ്ങനെ പലതും വിളിച്ചു പറയും, ഞാൻ ഒരുത്തനെ കുത്തിക്കൊന്നിട്ടുണ്ട്, ഒരുത്തനെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞാൽ ഹിരണ്യകശിപു. അപ്പൊ ഈ മരിക്കാൻ പോണ നേരത്ത് അവരുടെ മനോഭാവം മുഖത്തെ ഭാവം മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടേ. അങ്ങനെയുള്ള പിച്ചും പേയും പറയാൻ മാത്രമാണ് നിന്റെ വാക്കുകൾ എനിക്കറിയാം. എടാ ഭാഗ്യമില്ലാത്തവനെ, എനിക്ക് ശേഷം നിന്നെ ഞാൻ രാജാവാക്കാൻ ആവശ്യമായിരുന്നു. അത് അനുഭവിക്കാൻ യോഗയില്ലാണ്ട് പോയി. ഞാനെന്ത് ചെയ്യാം? മതന്യോട് ഈശ്വര, ഞാനല്ലാതെ കണ്ട് വേറൊരു ഈശ്വരൻ. അങ്ങനെ ഞാനല്ലാതെ കണ്ട് വേറൊരു ഈശ്വരനെങ്കിൽ വാസവും എവിടെയവൻ സർവവും എല്ലാത്തിനും എനിക്ക് കാണാനുണ്ട്. അസ്മാസ്തംഭേ, എന്തുകൊണ്ട് ഈ തൂണിലില്ല? ദൃശ്യതയെ എനിക്ക് കാണാനുണ്ടല്ലോ. എന്നാൽ ഞാൻ ആ തൂണ ഇടിച്ചു പിളർക്കും. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ളവൻ വന്നാൽ നിന്റെ കൺമുന്നിലിട്ട് ഞാൻ അവന്റെ കഥ കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഹിരണ്യകശിപു ഊതിപ്പിടിച്ച ഭാഗമായിട്ട് തൂണിനടുത്തെത്തുന്നു. ആഞ്ഞിടിച്ചതോടു കൂടിയുള്ള തൂണുകളുടെ പിളരാണ്. അതിൽ നിന്നും ബ്രഹ്മാവിന്റെ സ്ഥാനം പോലും, ബ്രഹ്മാവിന്റെ സിംഹാസനം പോലും ഒന്ന് ഇളക്കുന്ന രീതിയിലുള്ള ഘോരമായിട്ടുള്ള അലർച്ചയാണ് കേട്ടതേ. ആരാധന എല്ലാവരുടെ വാക്കിനെയും സത്യമാക്കാനായിട്ട് ഭഗവാന്റെ വരവാണ്. ആ ഭഗവാന്റെ ഭീതമായിട്ടുള്ള ശരീരം കണ്ടതോടുകൂടി ഹിരണ്യകശിപുവിന് ആദ്യം ഈ രണ്ടും കണ്ട സാധനത്തിന്റെ പിന്നാലെ പോകുന്ന വലിയ കാര്യമാണ്. നായമൃഗോ നരഹ, മനുഷ്യനല്ല, മൃഗുവല്ല. ഏതെങ്കിലും ഒരു ആളത്തൽ ഒരുത്തിന്റെ പിന്നാലെ പോയെന്ന് ഹിരണ്യകശിപുവിന് മനസ്സിലായില്ല. പണ്ട് താൻ തപസ് ചെയ്ത ബ്രഹ്മാവൻ. എന്നിട്ട് എന്താ ചോദിച്ചത്? ബ്രഹ്മാവ് സൃഷ്ടിച്ച ജീവജാലങ്ങളെ കൊല്ലരുത്, എന്നെ മനുഷ്യർ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, ആകാശത്ത് വെച്ച് മരിക്കരുത്, ഭൂമിയിൽ വെച്ച് മരിക്കരുത്, ആയുധം കൊണ്ട് മരിക്കരുത്, ആയുധമല്ലാത്ത വസ്തു കൊണ്ട് മരിക്കരുത്, ഒരാളുടെ യുദ്ധജീവൻ മരിക്കരുത്, ഒരാളുടെ സൗഹൃദായിരിക്കും മരിക്കരുത് എന്ന് കുറെ വരം മേടിച്ചിരുന്നു. അപ്പൊ മനുഷ്യനും മൃഗവും കൂടി ചേർന്ന് ഒന്ന് വന്നാൽ ഇത് എന്നെ കൊല്ലാനുള്ളവനാണെന്ന് മനസ്സിലാവട്ടെ. ഇപ്പോഴല്ലേ മനസ്സിലായത്? അസുഖം വേണ്ടിയാണ് പ്രഹ്ലാദം പിടിച്ചത്, വെറുതെയല്ല. എന്തിനു പറയുന്നതാ? ഹിരണ്യകശിപു ഭഗവാനോട് യുദ്ധത്തിന് തയ്യാറായി. അത് ഗംഭീര യുദ്ധം. ഭഗവാൻ സന്ധ്യാസമയം വരെ യുദ്ധം ചെയ്യുന്നു. അതിനാൽ സത്യം വിധാനം, പകരം വരിക്കരുത്, രാത്രി വരിക്കരുത്, അതിനിടയ്ക്കുള്ള സമയമാണ് എന്താ? സന്ധ്യാസമയമാവാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഘോരമായിട്ട് അഭ്യാസത്തോടു കൂടിയിട്ട് ഹിരണ്യകശിപുവിന്റെ സപ്തനാടികളെയും കലർത്തി ആ ശരീരത്തെ ഒരിയെടുത്ത് നേരെ ഉമ്മറപ്പടിയിലേക്ക് നടന്നു. അവിടെ വീഴുന്നു. ആ മടിയിലേക്ക് ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ വെച്ചു. അകത്തല്ല, പുറത്തല്ല, ആകാശത്തല്ല, ഭൂമിയിലല്ല. ജീവനുള്ള വസ്തു കൊണ്ട് മരണം സംഭവിക്കരുത്, ജീവനില്ലാത്ത വസ്തു കൊണ്ട് മരണം സംഭവിക്കരുത്, ആയുധമുള്ള മരണം സംഭവിക്കരുത്, ആയുധമില്ലാത്ത വസ്തു കൊണ്ട് മരണം സംഭവിക്കരുത്. എല്ലാം സത്യമാക്കാൻ
കൊല്ലാൻ വേണ്ടി ഘോരമായിട്ട് ആ മുഖങ്ങളെ ഹിരണ്യകശിപുവിന്റെ മാറിടത്തിലുണ്ട് ഭഗവാൻ വച്ച് അമർത്തി വലിച്ചെടുത്ത് കീറിയ ഹൃദയത്തിനെ തന്നിലേക്ക് സ്വീകരിച്ചു. കുടന്മാര് വെച്ച് മാലയാക്കിയിട്ട് ചടിയായിട്ട് ശരീരത്തിനെ ഇവരേക്ക് വിളിച്ചെറിഞ്ഞപ്പോഴാണ് ബ്രഹ്മാദികളൊക്കെ ഭഗവാനെ കേമായിട്ടുള്ള പറയാൻ വന്നതാ. വന്ന ബ്രഹ്മാവ് ഓടിയ വഴിക്ക് വീണ്ടും വിളിച്ചു. ആ മട്ട ഭഗവാൻ മുഴുവൻ പേടിച്ച് ഓടിപ്പോയില്ലേ. അങ്ങനെ നമുക്ക് ഭക്തന് വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരം ആ നരസിംഹ അവതാരത്തെയാണ് നമ്മള് പാരായണം ചെയ്യുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ നമ്മളാകുന്ന പ്രഹ്ലാദന്മാര്, ജീവന്മാരാകുന്ന പ്രഹ്ലാദന്മാര് ഹിരണ്യകശിപുവിന്റെ ആ ഒരു മക്കളമുഷ്ടിയില നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ഇല്ലാത്ത അവസ്ഥയാണ്. ഈ സമയത്ത് രക്ഷിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ ലോകത്തിലെ മറ്റൊരാളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ പ്രഹ്ലാദന് എന്തെന്ത് ആപത്തുകൾ നേരിടേണ്ടി വന്നുവോ ആ ആപത്തുകളിൽ നിന്നും പ്രഹ്ലാദനെ രക്ഷിച്ച അല്ലയോ കരുണാസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, അവിടുന്ന് അടിയങ്ങളെയും അനുഗ്രഹിക്കണേ. അടിയങ്ങളുടെ ഹൃദയമാകുന്ന ആ തൂണ അതുങ്ങളുടെ പിളർന്നവിടെ വന്ന അടിയങ്ങളെ സ്വീകരിക്കണേ ഭഗവാൻ. ആ നരസിംഹാവതാരത്തെ അനുസ്മരിക്കാം. ഹിരണ്യകശിപുരുവാച വ്യക്തം ത്വം മർത്തുകാമോസി യുവതിമാത്രം നികർത്തസേ മുമുരുഷൂണാം ഹിമന്താൽമൻ മനസ്സു വിപ്ലവാകിര യസ്ത്വയാ മന്ദഭാഗ്യോ മദന്യോ ജഗദീശ്വരഃ കോസോ യതി സർവത്ര തസ്മാൽ സ്തംഭേന ദൃശ്യത്തെ സോഹം വികൃതമാനസ്യ ശിരകായാധരാമേ ഗോപായേത ഹരിസ്വാദ്യ യസ്തേ ഏവം സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രകൃതിക്വാൽപതിതോ വരാസനാൽ സ്തംഭം തദാടാദിവലശ്വമുഷ്മിന തദൈവ തസ്മിന്നിനതോ നിവീക്ഷണോ ബഭൂവയേനാനന്ദകടാഹമസ്ഫുടം യം ഐശ്വരിഷ്മ്യോപഗതം വര്യാദയ ശുത്വാ സുധാമാപ്യയമംഗമിഹിരേ സവിക്രമൻ പുത്രപദേ സരോജസ പൂർവമത്ഭുതം അന്തസഭായാം നരകരശതൽപദം വിദർശോ യേ സുരാരിയുതപാഃ സത്യം വിധാതം നിജഭൃജഭാഷിതം വ്യാപനം ച ഭൂതേഷ്വഖിലേഷു
Rushva
തം ശേഷവേഗം സതചന്ദ്രമഭിചരന്തമക്ഷേത്രമപര്യരോഹരേ കൃത്വാ ആട്ടോ ജഗൃഹേ മഹാജവ നിഷ്പസ്ഫുരദ്ഗ്രഹണാം ഹരിയാമോയഥാസം പുലിസാക്ഷാത്മജം ദ്വാരൂരാമാതിദദാരലീലയാ മാധൈരവയഥാഹിര്യോ മഹാവിഷം സംരംഭരസുപ്രേക്ഷ്യ കരാവലോചനോ ജ്ഞാതാനനാനന്ദം വിദഹംസദീപ്തയാ അസലഗ്രവാക്താരണകേസകാനനോ യഥാപ്രമാണീ വിവർത്തയാ ഹരി സരോജം വിസൃജ്യാം തസ്യാനുചരാനുദായിക അഹം സമുദ്രാൻ മതസത്രവാഷ്ണിതോർദ്ധയോധോർവഹാൻ സഹസ്രശഃ സതാപഭൂതാജനതാപരാപദന്തഃ സതപൃഷ്ടവിമൃഷ്ടലവനിഷ അംഭോധയശ്വാസഹദാനുക്ഷുഭോരുഹ്രാദഭീതാദിവിഭാവയുപുഷോ യോസ്കൽ സടോക്ഷിപ്തവിമാനസങ്കുലാപ്രോർ സർപ്പദക്ഷമാജമതാധിപീഠനാശൈലാസമൽപേരുരമുഷിരംഹസതേജസാക്കം തത്തേജസാക്കം തദ്ഭോ നരേജിരേ തതസ്സഹായാമുപവിഷ്ടമുത്തമേ തതസ്സഹായാമുപവിഷ്ടമുത്തമേ സംഭരതേജസംവിഭും അലക്ഷരദ്വേദമധ്യമരിഷണം പ്രചണ്ഡവക്രം നർഭാരകശ്ചന നിശമ്യരോഗത്രയമസ്തകൽപലം പ്രമാദിദേഹൃണാമതമൃതേ പ്രഹർഷവേ ഓയപരിതാരനാമോ കുസൂലപരിഷൈഃ വപൃഷസ്വരസ്പൃജഃ തദാനിമാനാവലിഹസ്തരം രക്ഷതാസം കുലമാസമാകിന സുരാമകാസം ദ്വയോധരഗ്നിരേ ഗന്ധർവമുഖ്യാസ്മൃതസ്ത്രിയഃ തത്രോ പ്രജവിഭ്യാം ബ്രഹ്മേന്ദ്രിദൃശാദയ പ്രജയപിതരസ്രഹാഃ വിദ്യാധര അഹോരജാഃ മനവപ്രജാനാം പദയോ ഗന്ധർവാः സർവകാരണാः രക്ഷാകിം കിരുണാസ്മാദവേദാനാ സിദ്ധകിന്ദരാः തേ വിഷ്ണുപാർഷദാः സർവേ സുനന്ദമുദാദയ സുനന്ദമുദാദയ മൂർത്തിമധ്യാഞ്ജലികുടാസീനം ദീപതേജസം നീളിരേ നരശാർദൂലം നാതിദൂരചരാः ബ്രഹ്മോവാച അഹോസ്മ്യനന്ദായ ദരിദ്രശക്തയെ വിചിത്രവീര്യായ പവിത്രകർമ്മണേ സവിശ്വസ്യവർഗസ്യതി സംയമാൻ ഗുണൈഃ സ്വലീലയാ സന്തതേ പ്രിയാത്മനെ ശ്രീശുഭവാച കോപകാലോ യുഗാന്തസ്തേഹതോയമസരോൽപഗ തൽസുതം പാഹ്യവസുതം ഭക്തം ദേവകവത്സല ഇന്ദ്രവാച പ്രത്യാനീതാ പരമ ഭവദായതാ സ്വഭാഗാദൈത്യാം ഹൃദയകവിളം കൊൽഗൃഹം പ്രത്യബോധി കാലഗ്രസ്തം കാലഗ്രസ്തം യതിതമഹോനാഥ ശുശ്രൂഷതാം ദേവസ്തേഷാം ഹി ബഹുമത നാരസിംഹാപരേ വിഷയകൃഷു ത്വം നസ്തവക്രമമാർത്തേതാൽമലൈകവയേനേതമാദിപുരുഷാ വിപ്ലുപ്തമുനാദിശരണ്യപാലരക്ഷാധീരപുരുഷാ പുനർനമസ്താം ശ്രീവിതരമൂചു ശ്രാദ്ധാനി നോദിഭൂജേ പ്രസവം തന്നവേ ദത്താനി